കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയായ ജിൻഷ ഗംഗയുടെ കഥാസമാഹാരമായ ഒട വേറിട്ട വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. തീച്ചാമുണ്ടി തെയ്യം പശ്ചാത്തലമാക്കിയുള്ള ഒട കഥാസമാഹാരത്തിൽ 9 കഥകളുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഈ യുവ കഥാകാരിയെ തേടിയുമെത്തി. ചിലമ്പിന്റെ അസാധാരണ ശബ്ദം, തോറ്റമ്പാട്ടിന്റെ അകമ്പടി, കൊട്ടിക്കയറുന്ന ചെണ്ടപ്പെരുക്കം, തീച്ചാമുണ്ടി അലറിപ്പാഞ്ഞു. തളിപ്പറമ്പ് സ്വദേശിനി ജിൻഷയുടെ ഒട ഒരു തെയ്യക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കുഞ്ഞമ്പു പണിക്കരും ദേവനുമെല്ലാം തെയ്യം കെട്ടിയാടുന്ന ഒട കഥാസമാഹാരം വ്യത്യസ്തമായൊരു വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഒടയിലെ തന്നെ ജിൻഷ ഗംഗയുടെ മറ്റ് 8 കഥകളും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നു. മരണത്തിന്റെ കണക്കെടുക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന അഗ്രസന്തനി, കണ്ണൂർ ജയിലിലെ എഴുത്തുകാരുടെ ജീവിതം പ്രമേയമാക്കിയ വിസ ലിറ്റ്സ, സങ്കീർണമായൊരു പ്രണയവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഉപ്പ് ഉൾപ്പെടെ 9 കഥകളാണ് ഒടയിലുള്ളത്. ഇപ്പൊ തെയ്യം പ്രമേയമായിട്ട് വരുന്ന ഒരു കഥയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥ. ബാക്കി എല്ലാ കഥകളും പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ ടൈറ്റിലിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് തെയ്യം പ്രമേയമായിട്ട് വരുന്ന ഒരു കഥയാണ്. അത് തീച്ചാമണ്ടി തെയ്യം, അതുപോലെ തെയ്യം കലാകാരന്മാരുടെ ജീവിതം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയായ 27-കാരി ജിൻഷ ഗംഗയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഒട. ആനുകാലികങ്ങളിൽ ചെറുകഥകൾ എഴുതാറുള്ള ജിൻഷ ഗംഗയ്ക്ക് OV വിജയൻ സ്മാരക പുരസ്കാരം, തകഴി സ്മാരക ചെറുകഥാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.